ഹായ് ഓൾ, KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5th സെമസ്റ്ററിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. KTUവിൻ്റെ സിലബസ് റിവിഷന് ശേഷം 2019 സ്കീമിൽ ആദ്യമായിട്ട് അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സബ്ജക്റ്റ് റിവൈസ് ചെയ്തിരുന്നു. ആ റിവൈസ് ചെയ്തതിന് ശേഷം വന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസംബർ 2011 ഒരുപാട് ചേഞ്ചസ് ഉള്ളൊരു സിലബസ് ആയിരുന്നു KTUവിനെ സംബന്ധിച്ച്. കാരണം അതിന് മുമ്പ് ഉണ്ടായിരുന്നത് അനലോഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ വേറെ സബ്ജക്റ്റ് ആയിരുന്നു. ഈ രണ്ട് സബ്ജക്റ്റും കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ സബ്ജക്റ്റാക്കി മാറ്റി അതിൽ വന്നിട്ടുള്ള ഒരു ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ പറയുന്ന ഡിസംബർ 2021 ക്വസ്റ്റ്യൻ പേപ്പർ. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലായത് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന് ശേഷം വന്നിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻസ് അവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത്, ഏത് ലെവലിലാണ് ചോദിക്കുന്നതെന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടിയത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോരോ മൊഡ്യൂളിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചതെന്നും അതിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോകാം. അതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ എന്നുള്ളത് നമുക്ക് നോക്കാം. രണ്ട് പാർട്ടായിട്ടാണ് KTUവിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സാധാരണ കാണുന്നത് ഈ പറയുന്ന സ്കീമിൽ ഉണ്ടായിരുന്നത്. അതിൽ പാർട്ട് A പാർട്ട് B ഉണ്ടായിരുന്നു. പാർട്ട് Aയിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യന് 3 മാർക്സ് വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കമ്പൽസറി ആണ് എല്ലാ ക്വസ്റ്റ്യൻസും. പാർട്ട് Bയിൽ ചോദിച്ചിട്ടുള്ളത് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നോർമലി 2 സബ് പാർട്ട് ഉണ്ടാവും, എയും ബിയും. KTUവിൻ്റെ പാറ്റേൺ അനുസരിച്ച് 2 സബ് പാർട്ടേ പാടുള്ളൂ എന്നാണ്. നോർമലി അങ്ങനെ തന്നെയാണ് വരാറുള്ളത്. ഇനി ഒരു ക്വസ്റ്റ്യന് 14 മാർക്സ് ആണുള്ളത്. അങ്ങനെ ഓരോ മൊഡ്യൂളിൽ നിന്നും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വെച്ച് ആൻസർ ചെയ്യണം. അങ്ങനെയായിരുന്നു ഇതിൻ്റെ ഓവറോൾ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ഈ പറയുന്ന അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാലും അനലോഗ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ആകെ ഒരു മൊഡ്യൂൾ മാത്രമാണ് സിലബസിൽ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇപ്പം നമുക്ക് കൂടുതലും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് തന്നെ സിലബസിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം കുറച്ചു. ഈവൻ അനലോഗ് കമ്മ്യൂണിക്കേഷനിൽ തന്നെ നമുക്ക് എല്ലാ ടോപ്പിക്സും ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ടോപ്പിക്കുകളേ ഉള്ളൂ. ബേസിക്കലി ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, അനലോഗ് കമ്മ്യൂണിക്കേഷൻ്റെ നീഡ് എന്താണ്, ദെൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ തന്നെയാണെങ്കിലും ഡയറക്റ്റ്ലി നോക്കുക ഇക്വേഷൻ സ്പെക്ട്രം ഓഫ് AM സിഗ്നൽ, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം DSB-SE ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ SSB സിസ്റ്റം, ബ്ലോക്ക് ഡയഗ്രാം ഓഫ് SSB ട്രാൻസ്മിറ്റർ. കാരണം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന ഒരു AM-ൻ്റെ ഒരു പാർട്ടാണ് SSB ട്രാൻസ്മിറ്റർ. വളരെ ബാൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൺവെൻഷണൽ AM-നേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് സിലബസിൽ കൊടുത്തിരിക്കുന്നത് SSB ട്രാൻസ്മിറ്ററും DSB ഒക്കെയാണ്. ഇനി നമുക്ക് അതിൻ്റെ AM കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡിസ്കസ് ചെയ്യേണ്ടത് ഫ്രീക്വൻസി ആൻഡ് ഫേസ് മോഡുലേഷൻ ആണ്. അതിൽ തന്നെ നാരോ ബാൻഡ് ആൻഡ് വൈഡ് ബാൻഡ് FM-ൻ്റെ സ്പെക്ട്രം, അതിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ FM ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. ഇത്രയാണ് മൊഡ്യൂൾ 1-ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻ എന്നുള്ളത്. അപ്പോൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ AM ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പയർ AM ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ് കാരിയർ SSB സപ്രസ് കാരിയർ മോഡുലേഷൻ സ്കീം വിത്ത് റെസ്പെക്ട് ടു ബാൻഡ് വിഡ്ത്ത് ആൻഡ് സിസ്റ്റം കോംപ്ലക്സിറ്റി. ഒരു 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു കമ്പയർ എന്നുള്ളതാണ് കഴിവതും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു ടേബിൾ ഫോമിൽ ആൻസർ എഴുതുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. പക്ഷെ ഒരു കൺസെപ്റ്റ് കൂടെ ക്ലിയർ ആവാൻ വേണ്ടി നമുക്ക് എന്താണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്നുള്ളതും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ആൻസറിലേക്ക് പോകാം. ഇപ്പോൾ നോക്കുക, ഇതിൽ ടോട്ടൽ 3 മാർക്സിൽ ബാൻഡ് വിഡ്ത്തിൻ്റെ കമ്പാരിസൺ 1.5 മാർക്സും തന്നിട്ടുണ്ടായിരുന്നു. കോംപ്ലക്സിറ്റി ഇങ്ങനെയായിരുന്നു സ്കീം സെറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ നോക്കുക, നമ്മുടെ ഒരു AM മോഡുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്പെക്ട്രം ഇങ്ങനെയാണ് നോർമലി വരിക. ഇത് നമ്മുടെ മെസ്സേജ് സിഗ്നലാണ്, അല്ലെങ്കിൽ നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലാണ്. മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് W ആണ് അതിൻ്റെ മാക്സിമം സിഗ്നൽ ഫ്രീക്വൻസി. ഇപ്പോൾ നമുക്ക് പറയാം W ആണ് ഈ പറയുന്ന മെസ്സേജ് സിഗ്നലിൻ്റെ ബാൻഡ് വിഡ്ത്ത് എങ്കിൽ നമുക്ക് കിട്ടുന്ന മോഡുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സിഗ്നലിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം ഇതാണ് അതിൻ്റെ സ്പെക്ട്രം. ഇപ്പോൾ നോക്കുക, FC സെൻട്രൽ ഫ്രീക്വൻസി ആയിട്ട് FC പ്ലസ് W FC മൈനസ് W. അപ്പോൾ നമ്മുടെ മാക്സിമം ഫ്രീക്വൻസി FC പ്ലസ് W വരെ പോകുന്നുണ്ട്. ലോവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് FC മൈനസ് W. ഇതായിരുന്നു കൺവെൻഷണൽ AM സിഗ്നലിൻ്റെ സ്പെക്ട്രം എന്ന് പറയുന്നത്. അല്ല, നമുക്ക് വേറെ രീതിയിലും പറയാം ഡബിൾ സൈഡ് ബാൻഡ് വിത്ത് കാരിയർ.
അപ്പോൾ ഈ രീതിയിലും പറയാറുണ്ട് AM. അപ്പോൾ ഇനിയുള്ള എക്സാമിന് ചിലപ്പോൾ ആ രീതിയിൽ ചോദിച്ചാലും കൺഫ്യൂസ്ഡ് ആവേണ്ട. കൺവെൻഷണൽ AM ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ അല്ലെങ്കിൽ ഡബിൾ സൈഡ് ബാൻഡ് വിത്ത് കാരിയർ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ സ്പെക്ട്രം. ഒരു കാരിയർ ഫ്രീക്വൻസി ഉണ്ട് FC, അപ്പർ സൈഡ് ബാൻഡ്, അതായത് FC പ്ലസ് W വരെയുള്ള ഫ്രീക്വൻസി. അത് നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ബാൻഡ് വിഡ്ത്ത് എത്രയാണോ അത്രയും ആഡ് ചെയ്ത് വരും. സോ FC പ്ലസ് W. സോ ഈ ഒരു ഏരിയ ഇത് നമ്മൾ പറയുന്നത് അപ്പർ സൈഡ് ബാൻഡ് എന്നാണ്. ദെൻ FC മൈനസ് W ടു FC വരെയുള്ള ആ റീജിയനിലുള്ള ഫ്രീക്വൻസീസിന് പറയുന്നത് ലോവർ സൈഡ് ബാൻഡ് എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന വിഡ്ത്ത് അപ്പർ സൈഡ് ബാൻഡ് മൈനസ് ലോവർ സൈഡ് ബാൻഡ്, അല്ലെങ്കിൽ മാക്സിമം ഫ്രീക്വൻസി മിനിമം ഫ്രീക്വൻസി, ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പിന് പറയുന്ന പേരാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ നമ്മുടെ ബാൻഡ് വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് FC പ്ലസ് W മൈനസ് FC മൈനസ് W. സോ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നത് നമുക്ക് 2W എന്നാണ്. അപ്പോൾ നമ്മുടെ ബാൻഡ് വിഡ്ത്ത് കൺവെൻഷണൽ ഡബിൾ സൈഡ് ബാൻഡ് വിത്ത് കാരിയർ അല്ലെങ്കിൽ കൺവെൻഷണൽ AM സിഗ്നലിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 2W ആണ്. ഇനി അറിയേണ്ട ഒരു കാര്യമുണ്ട്, നോർമലി ചിലപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ W എന്ന് വെച്ചിട്ടായിരിക്കില്ല നമ്മൾ സ്പെക്ട്രം വരച്ച് പഠിക്കുമ്പോൾ ചിലപ്പം ഇങ്ങനെ ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. FC പ്ലസ് FM, FC മൈനസ് FM. അതായത് AM സിഗ്നൽ മോഡുലേറ്റ് ചെയ്യുന്നത് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന സിഗ്നൽ എന്ന് പറയുന്ന ഒരു സിംഗിൾ സൈനസോഡൽ സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്യുന്നതായിട്ടല്ല. M(t) എന്ന് പറയുന്ന ഒരു സിഗ്നൽ, ഇറ്റ് ക്യാൻ ബി എനി സിഗ്നൽ, ഏതോ ഒരു സിഗ്നലാണ്, അതൊരു ലോ പാസ് സിഗ്നലാണ്. 0 to W വരെ ഫ്രീക്വൻസീസ് അതിനകത്തുണ്ട്. നമ്മൾ സാധാരണ ഈ ഒരു ഫിഗർ വരയ്ക്കുന്നത് നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കേസ് ആയിട്ടാണ്. നമ്മൾ സൈൻ 2π(FM(t) എന്ന് പറയുന്ന സിഗ്നൽ മോഡുലേറ്റിംഗ് സിഗ്നൽ ആകുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു സിംഗിൾ ഫ്രീക്വൻസീസിൽ നമ്മൾ സിഗ്നൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഇങ്ങനെ ഒരു സിഗ്നൽ അല്ല. M(t) എന്ന് പറഞ്ഞ ഒരു ജനറലൈസ്ഡ് സിഗ്നൽ ആണ്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എനി സിഗ്നൽ ഹൂസ് ഫ്രീക്വൻസീസ് വിത്തിൻ ദ ലിമിറ്റ് 0 to W. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫ്രീക്വൻസിയാണ് FM. ആ സമയത്താണ് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഇതിൽ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ 2FM എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അതും ഈ പറഞ്ഞ കേസിൽ കുഴപ്പമൊന്നുമില്ല. ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ 2W. അപ്പോൾ കൺവെൻഷണൽ AMന്റെ ബാൻഡ് എന്ന് പറയുന്നത് 2W ആണ്. ഇത് നമുക്ക് നോക്കാം സെക്കൻഡ് കേസിൽ. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ ആണ്. അതായത് കാരിയർ ഇല്ല, ഈ പറയുന്ന സെൻറ്റർ പോർഷനിലെ കാരിയർ സപ്രസ് ചെയ്തിട്ട് അയക്കുന്നതിനാണ് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ് കാരിയർ എന്ന് പറയുക. പക്ഷെ ആ കേസിൽ നമുക്ക് നോക്കേണ്ടത് മാക്സിമം ബാൻഡ് വിഡ്ത്ത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് FC പ്ലസ് W, ലോവർ പോർഷൻ എന്ന് പറയുന്നത് FC മൈനസ് W ആണ്. കാരണം കാരിയർ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കുക, ഇവിടെയും ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 2W തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് കേസിലും ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 2W ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് സിംഗിൾ സൈഡ് ബാൻഡ് മോഡുലേഷൻ ആണ്. അപ്പോൾ സിംഗിൾ സൈഡ് ബാൻഡ് മോഡുലേഷൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ ആണ് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കറിയാം കൺവെൻഷണൽ AMൽ നമ്മൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ 2 ഷെയ്ഡഡ് പോർഷൻസ് കാണാം, അപ്പർ സൈഡ് ബാൻഡ് ലോവർ സൈഡ് ബാൻഡ്. ഈ ഒരു അപ്പർ സൈഡ് ബാൻഡ് മാത്രം അയക്കുക. അപ്പോൾ നോക്കുക, നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഫോമിലേക്ക് ഒരു വേവ് ഫോം കിട്ടും അല്ലേ. സോ FC to FC പ്ലസ് W. ഈ ഒരു സിഗ്നൽ മാത്രം അയക്കുന്നതിനാണ് പറയുക സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ, കാരിയറും ഇല്ല. ഓക്കെ, ഇതൊരു ഓപ്ഷനാണ്. അല്ലെങ്കിലുള്ള വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പോർഷൻ അല്ലേ. അപ്പോൾ ആ പോർഷൻ അയക്കുകയാണെങ്കിൽ നമ്മുടെ വേവ് ഫോം എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും വരിക. അപ്പോൾ ഇവിടെ FC മൈനസ് W ടു FC. അപ്പോൾ ഈ രണ്ട് കേസിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ FC പ്ലസ് W മൈനസ് FC. ഈ കേസിൽ നമുക്ക് കിട്ടുന്ന ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് W ആണ്. ഇനി ഇവിടെ ലോവർ കേസിലാണെങ്കിൽ ഹയർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് FC ആണ്, മൈനസ് FC മൈനസ് W. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നതും W ആണ്. അപ്പോൾ സിംഗിൾ സൈഡ് ബാൻഡ് SSB SC സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയറിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. either നമുക്ക് അപ്പർ സൈഡ് ബാൻഡ് സെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ലോവർ സൈഡ് ബാൻഡ് ചെയ്യാം. ഈ 2 കേസിൽ നമ്മുടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് W ആണ്. അപ്പോൾ നമുക്ക് ബാൻഡ് വിഡ്ത്തിന്റെ കേസിൽ ഇത്ര എഴുതിയാൽ മതി. കൺവെൻഷണൽ AMൽ 2W ആണ്. ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ് കാരിയർ സെക്കൻഡ് ഓപ്ഷനിൽ പറഞ്ഞ അവിടെയും 2W ആണ്. SSB സപ്രസ്ഡ് കാരിയർ ആണെങ്കിൽ W. ഇതാണ് ബാൻഡ് വിഡ്ത്തിന്റെ. ഒരു ഈ വേവ് ഫോമിൻ്റെ ഒന്നും ആവശ്യമില്ല. 3 മാർക്സിന്റെ ക്വസ്റ്റൻ ആണ്. ഡയറക്റ്റ്ലി നമുക്ക് ഒരു ടേബിൾ ആ വാല്യൂസ് എഴുതേണ്ട ആവശ്യമേ ഉള്ളൂ. സെക്കൻഡ് കാര്യം ചോദിച്ചിരുന്നത് അതിൻ്റെ കോംപ്ലക്സിറ്റി ആണ്. ഇപ്പോൾ കോംപ്ലക്സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ സർക്യൂട്ട് കോംപ്ലക്സിറ്റി ആണ് മെയിൻലി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. സർക്യൂട്ട് കോംപ്ലക്സിറ്റിയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ കൺവെൻഷണൽ AM
കൺവെൻഷണൽ എ എം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സിമ്പിൾ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ് ക്യാരിയർ, പിന്നെ SSB ആണ്. അപ്പോൾ നോക്കുക, ഇതിൻ്റെ സർക്യൂട്ട് കോംപ്ലക്സിറ്റി വരുന്നത് ആക്ച്വലി സിമ്പിൾ കൺവെൻഷണൽ എ എമ്മിൽ നമുക്ക് ആ പറയുന്ന സിഗ്നൽ മോഡുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീമോഡുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ഈ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്. ഈ സർക്യൂട്ട് കണ്ടാൽ അറിയാം നമുക്ക് ഒരു റെക്ടിഫയർ, ഒരു റെസിസ്റ്റർ, ഒരു കപ്പാസിറ്റർ അല്ലേ. ഒരു റെക്ടിഫയർ സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ഹാഫ് വേവ് റെക്ടിഫയർ സർക്യൂട്ട് വെച്ചിട്ട് നമുക്ക് വരുന്ന സിഗ്നലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫിൽറ്ററും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഡീമോഡുലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ട് വെച്ചിട്ട് കൺവെൻഷണൽ എ എമ്മിനെ നമുക്ക് ഡീമോഡുലേറ്റ് ചെയ്തെടുക്കാം. ഈ പറയുന്ന ഒരു പ്രോസസ്സ് നമ്മുടെ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് ക്യാരിയറിൽ പോസിബിൾ അല്ല. ഓക്കെ, അവിടെ നമുക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരിയർ നമ്മൾ സെൻഡ് ചെയ്യില്ലാത്തത് കൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൊഹറൻറ്റ് ഡിറ്റക്ഷൻ നമുക്ക് വേണം റിസീവർ സൈഡിൽ. അപ്പോൾ റിസീവർ സൈഡിൽ നമ്മളൊരു ലോക്കൽ ഓസിലേറ്ററിൻ്റെ ഹെൽപ്പോട് കൂടിയായിട്ടായിരിക്കും നമ്മൾ സിഗ്നലിനെ ഡീമോഡുലേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൺവെൻഷണൽ എ എമ്മിൽ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് ക്യാരിയറിൻ്റെ ട്രാൻസ്മിറ്റർ സൈഡിൽ ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സിഗ്നലിനെ ക്യാരിയർ നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്തിട്ടാണ് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ സർക്യൂട്ട് കോംപ്ലക്സിറ്റി കൂടുന്നുണ്ട്. അതേപോലെ റിസീവർ സൈഡിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലോക്കൽ ഓസിലേറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡീമോഡുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് SSBയുടെ കേസിലാണെങ്കിൽ വീണ്ടും ഒരു പ്രോബ്ലം ഉണ്ട്. സിമ്പിൾ വേയിൽ പറയാൻ ഡബിൾ സൈഡ് ബാൻഡ് ചെയ്തിട്ട് അതിനകത്തുനിന്നൊരു പർട്ടിക്കുലർ ഫിൽറ്റർ, ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ, എയ്തർ അപ്പർ സൈഡ് ബാൻഡ് അല്ലെങ്കിൽ ലോവർ സൈഡ് ബാൻഡിനെ മാത്രം സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിൽറ്ററും കൂടെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്മിറ്റർ സൈഡിലും കോംപ്ലക്സിറ്റി വരുന്നുണ്ട്. ഇനി റിസീവർ സൈഡിൽ വരികയാണെങ്കിലും നമ്മുടെ ക്യാരിയർ നമ്മൾ സെൻഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ റിസീവർ സൈഡിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ക്യാരിയറിൻ്റെ റീജനറേഷൻ ആവശ്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഓസിലേറ്ററിലെ ഫ്രീക്വൻസിയിൽ എന്തെങ്കിലും ചെറിയ വേരിയേഷൻ, നമ്മുടെ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയും റിസീവറിലെ ഫ്രീക്വൻസിയും തമ്മിൽ എന്തെങ്കിലും ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ റിസീവ് ചെയ്യുന്ന സിഗ്നലിൽ നമുക്ക് കിട്ടാതെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സർക്യൂട്ട് നമുക്ക് ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ നിന്ന് കണ്ടാൽ അറിയാം. ഇതിൻ്റെ അതിനു വേണ്ടി മാത്രമാണ് ഈ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഡയഗ്രാം വരയ്ക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതാം. പക്ഷേ എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നോക്കുക, ഇതാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ. അതേപോലെ റിസീവർ സൈഡിലാണെങ്കിലും ഈ പറയുന്ന സിഗ്നലിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ട്രാൻസ്മിറ്റർ സൈഡും റിസീവർ സൈഡും SSB സംബന്ധിച്ച് കോംപ്ലക്സ് ആണ്. പക്ഷേ കൺവെൻഷണൽ എ എം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ്. അപ്പോൾ ഇതാണ് സർക്യൂട്ട് കോംപ്ലക്സിറ്റിയെ കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പം 3 മാർക്സിന് നമുക്ക് ഈ പറയുന്ന ഡയഗ്രാമത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് പോയിന്റ് എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിത്ത് സ്യൂട്ടബിൾ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ ജനറേഷൻ ഓഫ് വൈഡ് ബാൻഡ് FM യൂസിങ് നാരോ ബാൻഡ് FM. ആക്ച്വലി വൈഡ് ബാൻഡ് FM ജനറേഷന് നമുക്ക് 2 മെത്തേഡ്സ് ആണ് നോർമലി ഉള്ളത്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡും മറ്റേത് ഇൻഡയറക്റ്റ് മെത്തേഡ്. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡാണ് കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡാണ് ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അതായത് നാരോ ബാൻഡ് FM ജനറേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് വൈഡ് ബാൻഡ് FM എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത്. അപ്പോൾ നാരോ ബാൻഡ് FM ജനറേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മളൊരു ഫ്രീക്വൻസി മൾട്ടിപ്ലയർ ഔട്ട്പുട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന സിഗ്നലിൻ്റെ വൈഡ് ബാൻഡ് ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മോഡുലേറ്റിംഗ് സിഗ്നൽ നമ്മൾ ഒരു ക്യാരിയർ വെച്ച് നമുക്ക് ഒരു നാരോ ബാൻഡ് FM സിഗ്നൽ ഉണ്ടാക്കിയെടുക്കാം. ആ നാരോ ബാൻഡ് FM സിഗ്നലിൻ്റെ ഔട്ട്പുട്ട് സൈഡിൽ ഫ്രീക്വൻസി മൾട്ടിപ്ലയർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ നമുക്ക് വൈഡ് ബാൻഡ് FM സിഗ്നൽ ഉണ്ടാക്കിയെടുക്കും. ഒരു 3 മാർക്സിനെ സംബന്ധിച്ച് ഈ ബ്ലോക്ക് ഡയഗ്രാം അതിൻ്റെ എക്സ്പ്ലനേഷനും സഫീഷ്യൻ്റ് ആണ്. പിന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊരു ബ്ലോക്ക് ഡയഗ്രാം ഉണ്ട്. അപ്പോൾ ഈ ബ്ലോക്ക് ഡയഗ്രാം എന്താണെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ നോർമലി ഉള്ളൊരു FM സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻ്റഗ്രേറ്റർ ഉണ്ട് ഇവിടെ. ഓക്കെ, ഇൻ്റഗ്രേറ്റർ കഴിഞ്ഞിട്ട് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒരു നാരോ ബാൻഡ് ഫേസ് മോഡുലേറ്ററാണ്. അപ്പോൾ നമുക്കറിയാം ഒരു സിഗ്നലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഫേസ് മോഡുലേറ്ററിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് FM ആയിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ FMൻ്റെ നാരോ ബാൻഡ് FMൻ്റെ ജനറേഷനിൽ വരുന്നൊരു കൺസെപ്റ്റാണ്. അപ്പോൾ സിഗ്നൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഫേസ് മോഡുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് FM തന്നെയാണ്. അപ്പോൾ അതിൽ കൺഫ്യൂസ്ഡ് ആവേണ്ട. അത് FM ജനറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, നാരോ ബാൻഡ് FM ജനറേറ്റ് ചെയ്യുന്ന മെത്തേഡ്. അത് കഴിഞ്ഞിട്ട് ഫ്രീക്വൻസി മൾട്ടിപ്ലയർ വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്തു, ഇൻ്റഗ്രേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഫേസ് മോഡുലേഷൻ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ നാരോ ബാൻഡ് FM ആണ്. ഈ നാരോ ബാൻഡ് FMൻ്റെ ഔട്ട്പുട്ടിൽ ഒരു ഫ്രീക്വൻസി മൾട്ടിപ്ലയർ വെച്ചിട്ടുണ്ട്. ആ ഫ്രീക്വൻസി മൾട്ടിപ്ലയർ എന്ന് പറയുന്ന മൊഡ്യൂളിൽ നോർമലി ഉള്ളത്
ഒരു മെമ്മറി ലെസ് നോൺ ലീനിയർ ഡിവൈസ് ആണ്. ഈ നോൺ ലീനിയർ ഡിവൈസ് ആണ് ഫ്രീക്വൻസി മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന നോൺ ലീനിയർ ഡിവൈസിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾ എന്താ ഒരു ഫിൽറ്റർ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മുടെ NFC ഫ്രീക്വൻസീസ് മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബാൻഡ് പാസ് ഫിൽറ്റർ ആണ്, മിഡ് ബാൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് NFC. സോ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടും. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസീസിൽ നമുക്ക് കാണാം NFC എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ NFC ഇൻറ്റു KF ഇൻറ്റു M(t). അപ്പോൾ ബാക്കി മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ആ ഫ്രീക്വൻസീസിൽ ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസിയിൽ വേരിയേഷൻ വരും. അപ്പോൾ ജസ്റ്റ് ഒരു ബ്രീഫ്, ഇത്രയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ടത് നാരോ ബാൻഡ് FM മോഡുലേറ്റർ ആണ്. അതിൽ നിന്ന് അത് ജനറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ടിൽ ഫ്രീക്വൻസി മൾട്ടിപ്ലയർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈഡ് ബാൻഡ് FM ജനറേറ്റ് ചെയ്തത്. അത്രയും മാത്രമേ 3 മാർക്സ് ക്വസ്റ്റൻ ആവശ്യമുള്ളൂ. സോ നമുക്കത് ആ ഒരു സിമ്പിൾ ഡയഗ്രത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് SI പാർട്ടിലേക്ക് പോകാം. SI പാർട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം ആയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യൂഷ്വലി നിങ്ങൾക്ക് ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഈ ഒരു പാർട്ടിൽ നിന്ന് XI പാർട്ടിൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ഇതിലാണ്, തിയറി എഴുതാനല്ല ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു പ്രോബ്ലം ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് വേണം പോകാൻ SI ക്വസ്റ്റ്യനിൽ. അപ്പോൾ അതാരും സ്കിപ്പ് ചെയ്തൊരിക്കലും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് AM മോഡുലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ AM മോഡുലേഷനിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിറൈവ് ദ മോഡുലേഷൻ ഇൻഡെക്സ് ഓഫ് AM വേവ് ഇൻ ടേംസ് ഓഫ് Vmax ആൻഡ് Vmin. ഇതും ഒരു ട്രിക്കി ആയിട്ടുള്ള പാർട്ടാണ്. നോർമലി നമ്മൾ സിമ്പിൾ രീതിയിൽ നമ്മൾ പഠിച്ചു പോകുമ്പോൾ Vmaxും Vmin വെച്ചിട്ടല്ല മോഡുലേഷൻ ഇൻഡെക്സ് പഠിച്ചു പോവാറ്. പക്ഷേ ഇവിടെ പരീക്ഷയ്ക്ക് സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിട്ടുണ്ട് Vmaxും Vmin വെച്ചുള്ള മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ ഡെറിവേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് കൂടെ തന്നെ ചോദിച്ചിരിക്കുന്നത് എ സൈനസോഡൽ കാരിയർ സിഗ്നൽ ഓഫ് പീക്ക് ആംപ്ലിറ്റ്യൂഡ് 5 വോൾട്ട്. കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 5 വോൾട്ടും ഫ്രീക്വൻസി 100 kHz ആണ്. അതേപോലെ മോഡുലേറ്റഡ് ബൈ എ 5 kHz ഓഫ് പീക്ക് ആംപ്ലിറ്റ്യൂഡ് 3 വോൾട്ട്. അപ്പോൾ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 3യും അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 kHz ആണ് പറഞ്ഞിരിക്കുന്നത്. പ്ലോട്ട് മോഡുലേറ്റഡ് വേവ് വിത്ത് Vmax ആൻഡ് Vmin. അപ്പോൾ AM മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ വേവ് ഫോം വരയ്ക്കണം. ഓൾസോ കാൽക്കുലേറ്റ് ദ മോഡുലേഷൻ ഇൻഡെക്സ്. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പക്ഷെ കുറച്ച് പാരാമീറ്റേഴ്സ് എന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പ്രോബ്ലം അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതിന് 2 മാർക്സ് ആയിരുന്നു. ദെൻ പ്ലോട്ട് ആ വേവ് ഫോമിന് 2 മാർക്സ്. ദെൻ ഫൈനലി മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ കാൽക്കുലേഷന് 2 മാർക്സ്. അങ്ങനെയാണ് 6 മാർക്സ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു വേവ് ഫോം വരയ്ക്കണം. അപ്പോൾ ഫൈനലി മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ വേവ് ഫോം ആണ് വരയ്ക്കാൻ പറഞ്ഞിരുന്നെങ്കിലും അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ 3 വേവ് ഫോം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സിഗ്നൽ നമ്മുടെ VM sin omega MT, അതായത് നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലാണ്. അപ്പോൾ ഈ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3 ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ 2πFMലെ FM എന്ന് പറയുന്നത് 5 kHz ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് കാരിയർ സിഗ്നലാണ്. കാരിയർ സിഗ്നലിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 5 ആണ്. ദെൻ ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കാരിയർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 100 kHz ആണ്. ഈ 2 ഇൻഫർമേഷൻ അത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് മോഡുലേറ്റ് ചെയ്ത് കിട്ടുന്ന AM വേവ് ഫോം. ഇതാണ് നമ്മുടെ AM വേവ് ഫോം. അതായത് കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മെസ്സേജ് സിഗ്നൽ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് വേരി ചെയ്യും. അപ്പോൾ നോക്കുക, ഇത്രയും സ്ഥലത്ത് മെസ്സേജ് സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. അപ്പോൾ ഇവിടെ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണോ അത് തന്നെയായിരിക്കും ഇവിടെ കിട്ടുക. അപ്പോൾ ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി അങ്ങനെ വരച്ചിരിക്കുന്നതാണ്. ഇനി നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടി മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? ഇവിടെ VM ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ നോർമലി Vmax കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് Vmax. നോക്കുക, ഈ ഒരു ഡിപ്പ്, അതായത് ഇൻപുട്ട് സിഗ്നലിലെ മെസ്സേജ് സിഗ്നലിലെ മിനിമം ഉള്ള പോയിന്റിൽ കാരിയർ സിഗ്നലിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് ആഡ് ചെയ്താൽ കിട്ടുന്ന ഈ ഒരു പോയിന്റാണ് നമ്മുടെ Vmin. ഓക്കെ, Vmaxുമായി Vminുമായി. അപ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മാർക്ക് ചെയ്യാൻ പറ്റി Vmaxും Vmin. നമുക്കറിയാം മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് VM/VC ആണ്. AMൻ്റെ കേസിൽ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് VM/VC ആണ്. പക്ഷെ നമ്മളിത് പറഞ്ഞിരിക്കുന്നത് മോഡുലേഷൻ ഇൻഡെക്സ് ഇൻ ടേംസ് ഓഫ് Vmax ആൻഡ് Vmin കണ്ടുപിടിക്കണമെന്നാണ്. അപ്പോൾ നമ്മൾ VMനും VCക്കും ഇൻ ടേംസ് ഓഫ് Vmax Vmin ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കുക, ഈ പറയുന്ന ഫിഗറിൽ നമ്മൾ VM എന്ന് പറയുന്നത് നമുക്കറിയാം അല്ല, ഇതാണ് നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നൽ. ഈ ഒരു ഹൈറ്റ് ഇതാണ് VM എന്ന് പറയുന്നത്. അപ്പോൾ VMൻ്റെ ഒരു എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞാൽ
മാക്സിമം നമുക്കറിയാം വി മാക്സ് ആണ്. ഇതുവരെയുള്ളത് വി മിനിമം ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ വി മാക്സും വി മിനിമം ഉണ്ട്, അതിൻ്റെ ഹാഫ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് വി മാക്സ് മൈനസ് വി മിനിമം ബൈ 2. അതാണ് നമ്മുടെ വി എമ്മിന് ഇൻ ടേംസ് ഓഫ് വി മാക്സും വി മിനിമം നമുക്ക് എഴുതാൻ പറ്റുന്നത്. കാരണം നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് വി മാക്സും വി മിനിമം ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വി എം കിട്ടും. വി എം നമ്മുടെ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വി സി ആണ്. അപ്പോൾ വി സി എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു ഹൈറ്റാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് വി മാക്സ് ആണ്. വി മാക്സിൽ നിന്ന് വി എം സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി സി കിട്ടും. നമുക്ക് ടോട്ടൽ വി മാക്സ് ആണ്, അതിൽ നിന്ന് വി എം സബ്ട്രാക്ട് ചെയ്യാം. സോ വി മാക്സ് മൈനസ് വി മിനിമം കിട്ടും. വി മിനിമം നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, യു വിൽ ഗെറ്റ് വി മാക്സ് പ്ലസ് വി മിനിമം ബൈ 2. ഇപ്പോൾ 2 എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വി മാക്സ് മൈനസ് വി മിനിമം ബൈ വി മാക്സ് പ്ലസ് വി മിനിമം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ എക്സ്പ്രഷൻ. അത് കണ്ടുപിടിക്കുന്നതിന് 2 മാർക്ക് ഉണ്ട്. ഇനി നമ്മുടെ പ്ലോട്ട്, ഈ പറയുന്ന വേവ് ഫോം പ്ലോട്ട് ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ജനറലൈസ് എഴുതുന്നത് കൂടെ തന്നെ ഈ പറയുന്ന പർട്ടിക്കുലർ വാല്യൂസ് വെച്ചിട്ടും കൂടെ അതൊന്ന് എഴുതാം. അപ്പോൾ വി സി എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ 5 ആണ്. സോ ഇവിടെ 5 വന്നു. ഇനി വി മാക്സ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുമ്പോൾ എത്ര വരും എന്നുള്ളത് നോക്കുക. വി മിനിമം ഈ ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ ആ വാല്യൂസ് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാലായിരിക്കും നമുക്ക് ഫുൾ മാർക്ക് കിട്ടുക എന്ന് പറയാം. അപ്പം ഈ പറയുന്ന സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ഇവിടെ ഓരോ വാല്യൂസും ഒന്ന് മാർക്ക് ചെയ്യുക. അതായിരിക്കും ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത്. ഇനി ഫൈനലി മോഡുലേഷൻ ഇൻഡെക്സ്. ഇപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് നമുക്ക് വി എം ബൈ വി സി വെച്ചിട്ട് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ വി മാക്സ് മൈനസ് വി മിനിമം വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് കിട്ടുന്നത് 3/5. വി എം എന്ന് പറയുന്നത് 3, വി സി എന്ന് പറയുന്നത് 5. സോ ഇറ്റ്സ് എ മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പോൾ നമുക്ക് അടുത്ത അതിൻ്റെ സബ് പാർട്ട്. ഇപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റിന് 2 ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്യുന്നത്. 14 മാർക്സിൽ 6 and 8 എന്നുള്ള രീതിയിലായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിൻ്റെ സബ് പാർട്ട് എന്ന് പറയുന്നത് ബി പാർട്ടിൽ an AM signal S of t is given 10 into 1 plus 0.8 cos 2 pi 10 raised to 3t into cos 2 pi 10 raised to 6t is radiated to free space by an antenna having the resistance of 1 ohm. Draw the spectrum of S of t, also calculate the power and bandwidth. ഇതായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ AM മോഡുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ ഒരു ജനറൽ ഫോർമാറ്റ് ആണ്. ആ ജനറൽ ഫോർമാറ്റ് അറിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ പവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല അറിയണം, അതേപോലെ സ്പെക്ട്രം എങ്ങനെ വരും എന്നുള്ളതും അറിയണം. അപ്പോൾ ആ സ്പെക്ട്രത്തിൻ്റെ ഡയറക്റ്റ് ആ ഷേപ്പ് അറിയാമെന്നുണ്ടെങ്കിൽ അതിലേക്ക് എഴുതിയിട്ട് നമുക്ക് വേണ്ട ഫ്രീക്വൻസീസും കാര്യങ്ങളും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ നോക്കുക, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഈ പറയുന്നതിൽ ഇത് വി സി ഇൻറ്റു 1 പ്ലസ് മോഡുലേഷൻ ഇൻഡെക്സ് ഇൻറ്റു കോസ് 2 പൈ എഫ് എം ടി ഇൻറ്റു കോസ് 2 പൈ എഫ് സി ടി. ഈ ഒരു ഫോർമാറ്റിലാണ് ഈ ഇക്വേഷൻ തന്നിട്ടുള്ളത്. നമ്മുടെ ജനറൽ AM സിംഗിൾ ട്യൂൺ മോഡുലേഷൻ്റെ ഇക്വേഷൻ്റെ ഫോർമാറ്റാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാ പാരാമീറ്റേഴ്സും കിട്ടും. വി സി എന്ന് പറയുന്നത് 10 ആണ്, മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0.8 ആണ്, വി സി എന്ന് പറയുന്നത് 10 കിട്ടി, മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് 0.8, ദെൻ എഫ് എം എന്ന് പറയുന്നത് 10 raised to 3, ദെൻ എഫ് സി 10 raised to 6. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, 1 ohm ആണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ വാല്യൂസ് നമുക്ക് ഇനി വരുന്ന ഇക്വേഷൻസിലൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെക്ട്രം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. നമുക്ക് ലാസ്റ്റത്തെ സ്പെക്ട്രം ഇതാണ്. നമ്മുടെ മെസ്സേജ് സിഗ്നൽ സൈനസോഡൽ സിഗ്നലാണ്. ആ സിഗ്നലിൻ്റെ സ്പെക്ട്രം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിംഗിൾ ഫ്രീക്വൻസി ഉള്ളൂ ആക്ച്വലി. കാരണം 2 പൈ എഫ് എം അല്ലേ, കോസ് 2 പൈ എഫ് എം അല്ലെങ്കിൽ സൈൻ 2 പൈ എഫ് എം ടി എന്ന് പറയുന്ന സിഗ്നലാണ്. സോ എഫ് എം എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫ്രീക്വൻസി ഉള്ളൂ. പക്ഷേ നമ്മളതിൻ്റെ പോസിറ്റീവ് സൈഡിലും നെഗറ്റീവ് സൈഡിലും ഫ്രീക്വൻസി ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ഒരു കൗണ്ടർ പാർട്ട് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ മൈനസ് എഫ് എം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആംപ്ലിറ്റ്യൂഡ് വരയ്ക്കുമ്പോൾ ഇവിടെ AM/2 കാണിച്ചിരിക്കുന്നത്. ടോട്ടൽ പവർ 2 കമ്പോണൻറ്റുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയി. ഇതാണ് അതിൻ്റെ സ്പെക്ട്രം മെസ്സേജ് സിഗ്നലിൽ. ഇനി കാരിയർ സിഗ്നൽ എന്ന് പറയുന്നത് നമുക്കറിയാം കോസ് 2 പൈ എഫ് സി ടി ആണ്. ഇവിടെ അതേപോലെ നോക്കുക, ഒരു സിംഗിൾ ഫ്രീക്വൻസിയുടെ ആവശ്യമുള്ളൂ പോസിറ്റീവ് സൈഡിൽ, പക്ഷേ നമ്മൾ നെഗറ്റീവ് ഫ്രീക്വൻസിയും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് -FC. സോ AC ആംപ്ലിറ്റ്യൂഡ്, ഓക്കെ, AC ആണെങ്കിൽ AC/2 AC/2 എന്നുള്ള രീതിയിലും വരും. ഇതൊക്കെ നമ്മൾ ഫൊറിയറിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ്, ഫൊറിയർ ട്രാൻസ്ഫോം എടുത്തിട്ടാണ് ഈ പറയുന്ന കൺസെപ്റ്റുകൾ വരുന്നത്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഫൈനലി നമുക്ക് കിട്ടുന്ന മോഡുലേറ്റഡ് സിഗ്നലിൽ ശരിക്കും നമുക്ക് പോസിറ്റീവ് സൈഡിൽ 3 കമ്പോണന്റ് ഉണ്ടാവും. FC ഉണ്ടാവും, FC+FM ഉണ്ടാവും, FC-FM ഉണ്ടാവും. ഞാൻ ഈ പറയുന്ന എല്ലാം നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നൽ സൈനസോഡൽ സിഗ്നൽ ആണെന്നുള്ള അസംഷൻ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇൻഡിവിജ്വൽ ഫ്രീക്വൻസീസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കാരിയർ ഫ്രീക്വൻസിയാണ്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ AC/2 ആണ്, അല്ലെ നമുക്ക് VC എന്നാണ് VC ആ രീതിയിൽ. അപ്പോൾ ഞാനിവിടെ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് AC എന്ന് എടുത്തിരിക്കുന്നതുകൊണ്ടാണ് AC/2. ഇവിടെ മ്യൂ എന്ന് കാണിച്ചിരിക്കുന്നത് മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. ഓക്കെ, അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് ഇൻറ്റു AC/4. അപ്പോൾ ലെഫ്റ്റ് സൈഡിലും കൂടി ഉണ്ട് നമുക്ക് സിഗ്നലിലെ കമ്പോണൻറ്റ്. അതുകൊണ്ടാണ് നമ്മൾ പകുതി പവർ ഇവിടെയും പകുതി ഇവിടെയായിട്ടും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഇക്വേഷനിൽ ഇതാണ് നമ്മുടെ സ്പെക്ട്രം. നമ്മൾ വരയ്ക്കേണ്ട വേവ് ഫോം ഇതാണ്. ഈ വേവ് ഫോമിൽ നമ്മൾ ഈ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ്, കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂസ് കൊടുക്കുക. FC എന്ന് പറയുന്നത് 10⁻⁶ കൊടുക്കുക. FC+FM അല്ലേ, ഇവിടെ 10⁻⁶ അല്ലെങ്കിൽ 1000 kHz ആണ്. അപ്പുറത്ത് പറയുന്നത് 1 kHz ആണ്. അപ്പോൾ 1001 kHz ഇവിടെ വരും. ഇവിടെ വരുന്നത് 999 kHz. 1000 നിന്ന് ഒന്ന് കുറയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി. അതേപോലെ ആംപ്ലിറ്റ്യൂഡിൻ്റെ കേസിലാണെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നു ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 10 ആണ്. സോ 10/2 ആണ്. സോ 5 വരും. അതേപോലെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0.8 ആണ്. 0.8 × 10/4 ഇതാണ് ഇവിടുത്തെ വാല്യൂ. അപ്പോൾ എല്ലാ സ്ഥലത്തെ ആംപ്ലിറ്റ്യൂഡും കാര്യങ്ങളും എല്ലാം നമുക്ക് ആ വാല്യൂസ് വെച്ച് മാർക്ക് ചെയ്യും. അപ്പോൾ ജനറലായിട്ട് എഴുതുക, വാല്യൂസ് തന്നിരിക്കുന്നത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താലും മതി സെപ്പറേറ്റ് ആയിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്പെക്ട്രം. ഇനി നമ്മുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പവർ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ബാൻഡ് വിഡ്ത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ AM-ൻ്റെ ബാൻഡ് വിഡ്ത്ത് നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചതാണ്. അപ്പർ സൈഡ് ബാൻഡ് മൈനസ് ലോവർ സൈഡ് ബാൻഡ്. സോ FC+FM-ഉം FC-FM ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പിനാണ് നമുക്ക് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുക. സോ നമുക്ക് കിട്ടുന്നത് 2FM എന്നായിരിക്കും. ഓക്കെ, ഡെഫിനിഷൻ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി നമുക്ക് ഈ സ്പെക്ട്രത്തിൻ്റെ താഴെ കണ്ടുപിടിക്കാം. ബാൻഡ് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു അപ്പർ സൈഡ് ബാൻഡ് മൈനസ് ലോവർ സൈഡ് ബാൻഡ് വിച്ച് ഇസ് 2FM. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് FM എന്ന് പറയുന്നത് 10⁻³ ആണ്. സോ 2FM എന്ന് പറയുമ്പോൾ നമുക്ക് 2 kHz. 10⁻³ എന്ന് പറയുന്നത് 1K ആണ്. 1 kHz. 10⁻6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം 1000 kHz. ഓക്കെ, 2FM ആണ് നമ്മുടെ ബാൻഡ് വിഡ്ത്ത്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ പവറാണ്. അപ്പോൾ പവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ആക്ച്വലി PC × 1 + μ²/2 അല്ലെങ്കിൽ നമ്മൾ M ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ M²/2 മോഡുലേഷൻ ഇൻഡെക്സ് വെച്ചിട്ടാണ് അറിയാം. അപ്പോൾ PC എന്ന് പറയുന്നത് ക്യാരിയറിൻ്റെ പവറാണ്. അപ്പോൾ ക്യാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സൈനസോഡൽ വേവ് ഫോം ആണ് നേരത്തെ തന്നിരിക്കുന്നത്. ഇതർ നമുക്ക് AC cos 2πfct ഈ ഫോമിലാണ് വിചാരിക്കുന്നതെങ്കിൽ നമുക്കറിയാം ഒരു AC സിഗ്നലിൻ്റെ പവർ കണ്ടുപിടിക്കണമെങ്കിൽ ഇതാണ് അതിൻ്റെ മാക്സിമം വാല്യൂ. ഓക്കെ, അപ്പോൾ പവർ എന്ന് പറയുന്നത് എപ്പോഴും RMS വാല്യൂലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് RMS വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ maximum/√2. ഇതാണ് നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് VRMS. അപ്പോൾ നമുക്ക് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം V2 RMS/R ഇതാണ് പവറിൻ്റെ ഫോർമുല. അപ്പോൾ AC എന്ന് പറയുന്നത് മാക്സിമം വോൾട്ടേജ് ആണ്. Vmax ആണ് ഇവിടെ കിട്ടിയിരിക്കുന്ന AC എന്ന് പറയുന്നത് മാക്സിമം വോൾട്ടേജ്. പക്ഷെ നമുക്ക് വേണ്ടത് VRMS ആണ്. അപ്പോൾ Vmax/√2 ആണ് നമ്മുടെ RMS എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് VRMS എന്ന് പറയുന്നത്. സോ അതിൻ്റെ സ്ക്വയർ എടുക്കുക /R. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല. AC²/2R വരും. നമ്മുടെ Rൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്കത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ നമ്മുടെ ക്യാരിയറിൻ്റെ പവർ കിട്ടും. PC എന്ന് പറയുന്നത് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് 10² ആണ്. സോ 100/2 അല്ലേ. R എന്ന് പറയുന്നത് 1 ആയിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ നമുക്കിവിടെ കിട്ടുന്നത് 50 ആണ്. ദെൻ റിമൈനിങ് തന്നിരിക്കുന്നത് 50 × 1 + മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന 0.8² സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും നമ്മുടെ പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഓർ ക്വസ്റ്റൻ ആണ്. ഏതർ നമുക്ക് 11th ക്വസ്റ്റൻ ആൻസർ ചെയ്യാം അല്ലെങ്കിൽ 12th ക്വസ്റ്റൻ ആൻസർ ചെയ്യാം. അപ്പോൾ നേരത്തെ ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് കംപ്ലീറ്റ്ലി AM ബേസ് ചെയ്തിട്ടുള്ളതാണ്.
ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒരു തിയറി ക്വസ്റ്റ്യൻ പോലെയാണ് ചോദിച്ചിരിക്കുന്നത്. വിത്ത് സപ്പോർട്ടിംഗ് ഇക്വേഷൻസ് ആൻഡ് ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ SSB സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ മോഡുലേറ്റഡ് സിഗ്നൽ ജനറേഷനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഇപ്പം നേരത്തെയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ അറിയില്ലെങ്കിലും പക്ഷേ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ തിയറി ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറിയിൽ നമുക്ക് എന്തുമാത്രം എഴുതണം എന്നുള്ളൊരു ഡൗട്ട് വരും. പക്ഷേ പ്രോബ്ലം ആണ് ചെയ്യാൻ കറക്റ്റായിട്ട് അറിയാം, നമ്മൾ വേറെ മിസ്റ്റേക്സ് ഒന്നും വരുന്നില്ല, നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്കും സ്കോർ ചെയ്യാം. കാരണം നേരത്തെയുള്ള ക്വസ്റ്റ്യനിൽ കണ്ട എല്ലാം വളരെ സ്പെസിഫിക് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർമുലയ്ക്ക് ഇത്ര മാർക്ക്, ഫൈനൽ ആൻസറിന് ഇത്ര മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സ്പ്ലനേഷന് നമുക്ക് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം എന്തുമാത്രം പോയിന്റുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ഫുൾ മാർക്ക് കിട്ടും എന്നുള്ളത്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. പക്ഷെ എങ്കിലും കുഴപ്പമില്ല. ഇവിടെയും സിലബസിൽ സ്കീമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലോക്ക് ഡയഗ്രത്തിന് 2 മാർക്ക്, SSBയുടെ ഇക്വേഷൻ എഴുതുന്നതിന് 2 മാർക്ക്, എക്സ്പ്ലനേഷൻ 2 മാർക്ക്. അങ്ങനെയാണ് ടോട്ടൽ 6 മാർക്സ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ അവർ ഡിവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ SSBയുടെ ഇക്വേഷനിൽ തന്നെ തുടങ്ങാം. SSBയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ജനറലൈസ്ഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്: AC ഇൻറ്റു m of t into cos omega ct minus or plus mh of t into sin omega ct. ഇതാണ് ജനറലൈസ്ഡ് SSB ഇക്വേഷൻ. അപ്പോൾ നമ്മളൊരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈ m of t എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഒരു സിംഗിൾ ടൂൺ മോഡുലേഷൻ സിഗ്നൽ ആണെങ്കിൽ, അതായത് സൈനസോഡൽ സിഗ്നൽ ആണ്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്ന AM cos omega mt ആണ്. cos omega mt ആണെങ്കിൽ എങ്ങനെ ഇക്വേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കുക, ഇതാണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ, മോഡുലേറ്റ് ചെയ്യേണ്ട സിഗ്നൽ ഇതാണ്. SSB മോഡുലേഷൻ ചെയ്യാനുള്ള ഇക്വേഷനാണിത്. അപ്പോൾ നോക്കുക, ഇതിൽ AMH of t എന്ന് പറയുന്നത് ആക്ച്വലി ഹിൽബർട്ട് ട്രാൻസ്ഫോം എന്നാണ് പറയുക. ഹിൽബർട്ട് ട്രാൻസ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു ഫേസ് ഷിഫ്റ്റഡ് സിഗ്നൽ. അപ്പോൾ നോക്കുക, നമ്മുടെ AM cos omega mt ആണെങ്കിൽ അതിനെ 90 ഡിഗ്രി ഷിഫ്റ്റഡ് ആയിട്ടുള്ള സിഗ്നൽ, -90 ഡിഗ്രി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സൈൻ ഒമേഗ mt. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹിൽബർട്ട് ട്രാൻസ്ഫോം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഫോർമുലയിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് m of t വേണം, വിച്ച് ഇസ് cos omega mt. ഓൾറെഡി കാരിയർ ഉണ്ട് cos omega ct മൈനസ് ഓർ പ്ലസ്. അപ്പോൾ ഒരു കേസിൽ നമുക്ക് ലോവർ സൈഡ് ബാൻഡ് ആണോ അപ്പർ സൈഡ് ബാൻഡ് ആണോ വേണ്ടതെന്നനുസരിച്ച് മൈനസ് അല്ലെങ്കിൽ പ്ലസ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ നമുക്ക് കൊടുക്കേണ്ടത് ഹിൽബർട്ട് ട്രാൻസ്ഫോം ആണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന AM cos omega mt ആണെങ്കിൽ അതിൻ്റെ ഹിൽബർട്ട് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് സൈൻ ഒമേഗ mt ആണ്. ദെൻ കാരിയർ സൈൻ ഒമേഗ ct. ഈ എക്സ്പ്രഷൻ എഴുതാം. അപ്പോൾ നോക്കുക, cos A cos B മൈനസ് സൈൻ A സൈൻ B. സോ അതിൻ്റെ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് cos A പ്ലസ് ബി അല്ലെങ്കിൽ cos A മൈനസ് ബി ആണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ പറയുന്ന എക്സ്പ്രഷൻ എഴുതാം. അപ്പോൾ നമുക്ക് നോക്കാം, cos A പ്ലസ് ബി അല്ലെങ്കിൽ cos A മൈനസ് ബി ഏതെങ്കിലും ഒരു ടേം എടുക്കുകയാണെങ്കിൽ നോക്കാം, ഇത് അപ്പർ സൈഡ് ബാൻഡ് ആണ്, ഇത് ലോവർ സൈഡ് ബാൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഇക്വേഷൻ തന്നെ മൈനസും പ്ലസും വെച്ച് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്പർ സൈഡ് ബാൻഡിൻ്റെ SSB സിഗ്നലാണ് വേണമെങ്കിൽ ഈ പറയുന്ന ഫോർമുല യൂസ് ചെയ്യുക, ലോവർ സൈഡ് ബാൻഡിനാണെങ്കിൽ ഈ പറഞ്ഞ ഫോർമുല യൂസ് ചെയ്യുക. ഇതാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ ഒരു എക്സ്പ്ലനേഷൻ അതിൻ്റെ. അപ്പോൾ നമ്മുടെ സ്പെക്ട്രം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കൂടെ നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ നോർമലി ഉള്ളൊരു സിഗ്നൽ, ഒരു സൈനസോഡൽ സിഗ്നൽ. അതിൻ്റെ സ്പെക്ട്രമാണ് കാണിച്ചിരിക്കുന്നത്. FM എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫ്രീക്വൻസി ഉള്ളൂ. അത് DSB SC, അതായത് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം FC പ്ലസ് FM-ലും FC മൈനസ് FM-ലും ഓരോ ഫ്രീക്വൻസീസ് വരും. നമ്മളിനി SSB സിംഗിൾ സൈഡ് ബാൻഡിലേക്കാണ് പോകുന്നത്. അതിൽ അപ്പർ സൈഡ് ബാൻഡ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രീക്വൻസി മാത്രം മതി. അപ്പോൾ നമ്മുടെ സ്പെക്ട്രം ഇങ്ങനെയായിരിക്കും. ഇനി LSB ലോവർ സൈഡ് ബാൻഡ് മാത്രമാണെങ്കിൽ നമുക്ക് കിട്ടുന്ന FC മൈനസ് FM എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ്. അതാണ് ഇവിടെ വരിക. അപ്പോൾ ഇത് നമ്മളതിൻ്റെ സ്പെക്ട്രം ഒന്ന് മാർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ക്വസ്റ്റ്യനിൽ ഈവൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്പ്ലനേഷൻ്റെ കംപ്ലീഷന് SSBയുടെ സ്പെക്ട്രം വരയ്ക്കുന്നത് നല്ലതാണ്. ഇനി നോക്കുക, ഇതിൻ്റെ ജനറേഷൻ്റെ മെത്തേഡാണ്. 2 മെത്തേഡിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഈ പറയുന്ന സാധനം. ഒന്ന് ഫ്രീക്വൻസി ഡിസ്ക്രിമിനേഷൻ ആണ്, അതായത് ഈ കിട്ടുന്ന ഡബിൾ സൈഡ് ബാൻഡിൽ നമ്മളൊരു ഫിൽട്ടർ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഫിൽറ്ററിൻ്റെ ബാൻഡ് പാസ് ഫിൽട്ടർ ആയിരിക്കണം. ആ ബാൻഡ് പാസ് ഫിൽറ്ററിൻ്റെ സെൻട്രൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ലിമിറ്റ് എന്ന് പറയുന്നത് FC to FC പ്ലസ് FM ആയിരിക്കണം. അപ്പോൾ നമുക്ക് USB കിട്ടും. ഇനി ആ വേറൊരു ലോ പാസ് ഫിൽട്ടർ ബാൻഡ് പാസ് ഫിൽട്ടർ നമ്മൾ ഫിക്സ് ചെയ്യാണ് FC മൈനസ് FM to FC ആണെങ്കിൽ അത് നമുക്ക് ലോവർ സൈഡ് ബാൻഡിൻ്റെ SSB സിഗ്നൽ ജനറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു മെത്തേഡാണ്. ഇനി വേറൊരു ആ മെത്തേഡിന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വേറൊരു മെത്തേഡ് കുറച്ചുകൂടി, അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച ബ്ലോക്ക് ഡയഗ്രം ഉണ്ടല്ലോ, ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷനെ റിയലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടെ സ്യൂട്ടബിൾ എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മൾ തന്നിരിക്കുന്ന M of t എന്ന് പറയുന്ന മെസ്സേജ് സിഗ്നൽ, ആ പറയുന്ന സിഗ്നലിൽ
നമുക്ക് നമ്മളിവിടെ ഒരു കാരിയർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഓസിലേറ്റിംഗ് സിഗ്നൽ AC cos omega CT. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഹിൽബർട്ട് ട്രാൻസ്ഫോം എടുക്കുമെന്ന് പറഞ്ഞു. ഹിൽബർട്ട് ട്രാൻസ്ഫോം തന്നെയാണ് ഈ പറയുന്ന 90 ഡിഗ്രി എന്ന് പറഞ്ഞ് ഈ ബോക്സിൽ കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇക്വേഷൻ അങ്ങ് റിയലൈസ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. M(t) ഇൻറ്റു കോസ് ചെയ്യണം അല്ലേ. അപ്പോൾ നോക്കുക, അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ ബാലൻസ് മോഡുലേറ്റർ കാണിച്ചിരിക്കുന്നത്, പ്രോഡക്റ്റ് മോഡുലേറ്റർ. M(t) ഉണ്ട്, ഇവിടെ നിന്ന് കോസ് ഒമേഗ CT ഉണ്ട്, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ടേം കിട്ടി, ഈ എക്സ്പ്രഷൻ്റെ ഒരു ടേം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പുറത്തെ പോർഷനിൽ നമുക്ക് വേണ്ടത് അതിൻ്റെ ഹിൽബർട്ട് ട്രാൻസ്ഫോം ആണ്. ഹിൽബർട്ട് ട്രാൻസ്ഫോം ആണ് നമ്മൾ ഈ 90 ഡിഗ്രി ഷിഫ്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ MH(t) എഴുതിയിട്ടുണ്ട്. ദെൻ ഇവിടെ നമുക്ക് വേണ്ടത് സൈൻ ആണ്. ഇവിടെ കോസ് ആണെങ്കിൽ നമുക്ക് അവിടെ സൈൻ വേണം. ഇവിടെ വീണ്ടും ഒരു 90 ഡിഗ്രി, ഈ ഓസിലേറ്ററിൽ നിന്ന് വരുന്ന സിഗ്നലിൽ വീണ്ടും 90 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ബാലൻസ് മോഡുലേറ്ററിലേക്ക് കിട്ടുന്നത് AM AC സൈൻ ഒമേഗ CTയും നമ്മുടെ ഹിൽബർട്ട് ട്രാൻസ്ഫോം ചെയ്ത സിഗ്നലാണ്. അപ്പോൾ നമ്മുടെ ലോവർ ആമിൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഇക്വേഷൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ദെൻ ഫൈനലി ഈ പറയുന്ന സിഗ്നൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലസ് ഓർ മൈനസ് മൊഡ്യൂളിൽ കൂടെ നമ്മൾ പാസ് ചെയ്യുക, ഒരു സമ്മറിൽ കൂടെ പാസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് SSB സിഗ്നലാണ്. അപ്പോൾ അതിൽ തന്നെ പ്ലസ് ആണ് ചെയ്യുന്നതെങ്കിൽ ലോവർ സൈഡ് ബാൻഡും, സബ്ട്രാക്ട് ആണ് ചെയ്യുന്നതെങ്കിൽ അപ്പർ സൈഡ് ബാൻഡുമാണ് സിഗ്നൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് ഡിസ്ക്രിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് SSB ജനറേറ്റ് ചെയ്യുന്ന എൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ ആ ഒരു പാർട്ട് നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ തന്നെ സബ് പാർട്ടിലേക്ക് പോവാം. 12th ക്വസ്റ്റ്യൻ്റെ സബ് പാർട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, എ കാരിയർ വേവ് ഓഫ് ഫ്രീക്വൻസി 100 MHz ഇസ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് ബൈ എ സൈനസോഡൽ വേവ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് 20 volt and frequency 100 kHz. Okay, the frequency sensitivity of the modulator is 25 kHz per volt. Determine the approximate bandwidth of the FM signal using a Carson's rule. And what will happen to the bandwidth if the modulating signal amplitude and frequency are doubled? അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ AML പ്രോബ്ലം ചെയ്തതുപോലെ തന്നെ FM-ൻ്റെയും പ്രോബ്ലം സോൾവിങ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന എക്സാംസിലൊക്കെ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യും. അതായത് AM മോഡുലേഷനിൽ നിന്നും FM മോഡുലേഷനിൽ നിന്നും വരുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ എപ്പോഴും ആലോചിക്കണം. ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുക, AMൽ നിന്നോ FM-ൽ നിന്നോ എന്തായാലും ചോദിക്കും. രണ്ട് ഞാൻ പറഞ്ഞ A B സബ് പാർട്ട് ഉണ്ട്, അതിലൊരു പാർട്ട് എന്തായാലും പ്രോബ്ലം ആയിരിക്കും. അതിൻ്റെ ഒരു പാറ്റേൺ സെറ്റ് ചെയ്യലാണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ആ പ്രോബ്ലം ചെയ്ത് പഠിച്ചിട്ടേ പോവുള്ളൂ. കാരണം പലപ്പോഴും ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോർമുല മാത്രം പഠിച്ചിട്ട് പോകും, പ്രോബ്ലം ചെയ്യാൻ പഠിക്കില്ല. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രോബ്ലം ചെയ്ത് പഠിക്കുക എന്നുള്ളത്, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ നമുക്ക് വേണ്ടത് FM മോഡുലേഷൻ്റെ കേസാണ്. അപ്പോൾ ഇവിടെ കാരിയർ വേവ് ഓഫ് ഫ്രീക്വൻസി 100 MHz ആണ്. അപ്പോൾ നമുക്ക് FC കിട്ടിയിട്ടുണ്ട്. കാരിയറിൻ്റെ ഫ്രീക്വൻസി ദിസ് ഇസ് 100 MHz and by a sinusoidal wave of amplitude 20. അപ്പോൾ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 20 volt ആണ്. ഓക്കെ, ദെൻ മോഡുലേറ്റഡ് ബൈ എ സൈനസോഡൽ വേവ് ആണ്. അപ്പോൾ ഇത് മെസ്സേജ് സിഗ്നലിൻ്റെ കേസിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ VM ആണ് ആക്ച്വലി തന്നിരിക്കുന്നത്. VM എന്ന് പറയുന്നത് 20 volt ആണ്. ഇനി അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ്സ് 100 kHz. The frequency sensitivity of the modulator. അപ്പോൾ അതൊരു കോൺസ്റ്റന്റ് ആണ്, ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി കോൺസ്റ്റന്റ്. അപ്പോൾ അത് പല ടെക്സ്റ്റിലും പല കോൺസ്റ്റൻസിൻ്റെ ഇൻഡിക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഞാൻ ടൈം ബീങ് ഞാൻ KF എന്ന് എടുക്കാം. ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി കോൺസ്റ്റന്റ് അത് 25 kHz per volt. ഓക്കെ, ഇതാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു വോൾട്ടിന് എന്തുമാത്രം ഫ്രീക്വൻസി വേരി ചെയ്യും. അപ്പോൾ ഒരു വോൾട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ 25 kHz ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരും. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ അതേപോലെ തന്നെ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. പിന്നെ അതിനെന്ത് ചേഞ്ചസ് വരും എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റനിൽ നിന്ന് കിട്ടിയ പാരാമീറ്റേഴ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഫോർമുലയിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കും നോക്കാം. അപ്പോൾ നോക്കുക, ഇവിടെ ക്വസ്റ്റൻ്റെ ഒരു മാർക്ക് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കുന്നതിന് 3 മാർക്കും, അതേപോലെ ഫ്രീക്വൻസി ഒരു ലാസ്റ്റ് ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ എന്ത് സംഭവിക്കും എന്നുള്ളത്. അതിന് ഇതും പിന്നെ ബാൻഡ് വിഡ്ത്തിനെയും കൂടെ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 3 marks ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർമുല മോഡുലേഷൻ FM-ൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് KF AM/FM ആണ്. KF എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി കോൺസ്റ്റന്റ് ആണ്. AM എന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. അതേപോലെ മോഡുലേറ്റിംഗ് സിഗ്നൽ ഫ്രീക്വൻസിയാണ് FM. അപ്പോൾ നമുക്ക് KF × AM എന്ന് പറയുന്നതിന് നമുക്കൊരു പാരാമീറ്ററും പറയാം, ഫ്രീക്വൻസി ഡീവിയേഷൻ.
ഓക്കെ. അപ്പോൾ ഡെൽറ്റ എഫ്, അപ്പോൾ നമുക്ക് ഈ ഡെൽറ്റ എഫ് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് കെ എഫ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ എഴുതിയത് 25 കിലോ ഹെർട്സ് പെർ വോൾട്ട് ആയിരുന്നു. അത് ഇൻറ്റു നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ മാക്സിമം വോൾട്ട്, ദാറ്റ് ഈസ് 20 അല്ലേ, 20 വോൾട്ട് ഇത്രയാണ് കിട്ടുക. അപ്പം നമുക്ക് അറിയാം വോൾട്ട് ക്യാൻസലായി 25 × 20 അത് കിട്ടിയിട്ടുണ്ട്. ദെൻ നമ്മുടെ ഫോർമുലയിൽ എഫ് എം നമുക്കറിയാം, എഫ് എം എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 100 കിലോ ഹെർട്സ് ആണ്. സോ എഫ് എം 100 കിലോ ഹെർട്സ്. ഈ വാല്യൂസ് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് കിട്ടി. അപ്രോക്സിമേറ്റ്ലി 1.2 മെഗാ ഹെർട്സ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി നമുക്ക് നോക്കേണ്ടത് ഇത് മോഡുലേഷൻ ഇൻഡെക്സിനെ കുറിച്ചാണ്. മോഡുലേഷൻ ഇൻഡെക്സ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ബാൻഡ് വിഡ്ത്ത് ആണ്. ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ കാൾസൺ റൂൾ, അതായത് നമ്മൾ വൈഡ് ബാൻഡ് എഫ് എമ്മിൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ള ഫോർമുലയാണിത്. അപ്പോൾ അതിൽ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബാൻഡ് വിഡ്ത്ത് മോഡുലേഷൻ ഇൻഡെക്സിനനുസരിച്ച് നമ്മുടെ ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എഫ് എം സിഗ്നൽ ഏതർ നാരോ ബാൻഡ് എഫ് എമ്മോ അല്ലെങ്കിൽ വൈഡ് ബാൻഡ് എഫ് എമ്മോ ആവാം. അപ്പം നമ്മുടെ കിട്ടുന്ന മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ 1 വളരെ കുറവാണെങ്കിൽ നമുക്ക് നാരോ ബാൻഡ് എഫ് എം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ സിംപ്ലി 2FM എന്നുള്ള രീതിയിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ മതി. പക്ഷേ ബാൻഡ് വിഡ്ത്ത് കിട്ടുന്ന മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മളത് വൈഡ് ബാൻഡ് എഫ് എം ആണെന്ന് തന്നെ ആലോചിക്കണം. വൈഡ് ബാൻഡ് എഫ് എമ്മിൻ്റെ തിയറിറ്റിക്കൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. പക്ഷേ നമ്മുടെ പ്രാക്ടിക്കൽ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാനാണ് ഈ കാൾസൺസ് റൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാൾസൺസ് റൂൾ വെച്ചിട്ട് നമ്മുടെ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കുന്ന ഫോർമുല ഇതാണ്, 2 × ഡെൽറ്റ എഫ് പ്ലസ് എഫ് എം. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന പാരാമീറ്റേഴ്സ് ആണ്. ഡെൽറ്റ എഫ് എന്താണെന്ന് കണ്ടുപിടിച്ചു, എഫ് എം എന്താണെന്നുള്ളത് അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇനി ചോദിച്ചിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റിൻ്റെ ഒരു സബ്പാർട്ട് എന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും ഡബിൾ ചെയ്തു. അപ്പോൾ നോക്കുക, ഇതാണ് നമ്മുടെ ഫോർമുല അല്ലേ. അപ്പോൾ ഇതിൽ ആംപ്ലിറ്റ്യൂഡും ഡബിൾ ചെയ്തു, ഫ്രീക്വൻസിയും ഡബിൾ ചെയ്തു എന്നുണ്ടെങ്കിൽ രണ്ടും ക്യാൻസലായി പോകും അല്ലേ. ഒന്ന് ന്യൂമറേറ്ററിൽ ഒന്ന് ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ നമ്മുടെ ബാൻഡ് വിഡ്ത്തിന് ഒരു ചേഞ്ചും വരുന്നില്ല, രണ്ടും സെയിം ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത്രയാണ് നമുക്ക് അതിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ. ഡയറക്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. നോക്കുക, 8 മാർക്സ് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അപ്പോൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചിട്ട് പോകണം, അതൊരിക്കലും സ്കിപ്പ് ചെയ്യേണ്ടതല്ല. അപ്പോൾ മൊഡ്യൂൾ 1 നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയുന്ന 14 + 6 20 മാർക്സ് എല്ലാവർക്കും വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. സിമ്പിൾ AM-ൻ്റെ ഇക്വേഷൻസും FM-ൻ്റെ ഇക്വേഷൻസും അറിയാമെങ്കിൽ തന്നെ നമുക്ക് ആ പ്രോബ്ലത്തിലെ 14 മാർക്സും സ്കോർ ചെയ്യാം. പിന്നെ തിയറിയിൽ ചോദിച്ചത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. AM-ൻ്റെയും FM-ൻ്റെയും റിലേറ്റഡ് ആയിട്ട് ജസ്റ്റ് കമ്പാരിസണും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്, ബ്ലോക്ക് ഡയഗ്രം ഒക്കെയാണ് ചോദിച്ചത്. അപ്പം എല്ലാവർക്കും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് മൊഡ്യൂൾ 1. നമുക്ക് വീണ്ടും അടുത്ത മൊഡ്യൂളിലെ ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.